നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഈശ്വരൻ എന്നുള്ള പദം കേട്ടിട്ടുണ്ട്. ആരാണ് ഈശ്വരൻ? എന്താണ് ഈശ്വരൻ? ഈശ്വരൻ സർവചരാചരങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൃദയത്തിലുള്ള ഈ ഈശ്വരൻ, ഈ ഇന്നർ മാസ്റ്റർ, അത് ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം. കാരണം പലരും ഈശ്വരനിൽ വിശ്വസിക്കാത്തവരുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും നന്മയെ പറ്റി ചിന്തിച്ചു നോക്കൂ. ഏറ്റവും നല്ല നിമിഷം, അമ്മ കുട്ടിക്ക് വേണ്ടിയിട്ട് പാല് തയ്യാറാക്കുകയാണ് ഒരു കുപ്പിയിൽ. അപ്പോൾ കുപ്പി ഏറ്റവും വൃത്തിയായിട്ട് വെക്കും, ഒരു കോംപ്രമൈസും ഇല്ല. എന്തെങ്കിലും അതിൽ ചളിയോ എന്തെങ്കിലും അത് അപ്പം തന്നെ മാറ്റും, വേറെ വാങ്ങിക്കൊണ്ട് വരാം. എൻ്റെ കുട്ടിക്ക് ഇത് പറ്റില്ല. പാലോ ബെസ്റ്റ് പാല്, ഏറ്റവും നല്ല പാലേ കൊടുക്കും. സാധാരണ പാലൊന്നും വേണ്ട, ഏറ്റവും നല്ല പാൽ. കുട്ടിക്ക് കിടക്കാനുള്ള സൗകര്യം, ഏറ്റവും നല്ല സൗകര്യം. അതുപോലെയാണ് അച്ഛനും. കുട്ടിക്ക് ഏറ്റവും നല്ലത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിച്ച്, അതാണ് അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ. ഇപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവരുടെ ഉള്ളിലുള്ള ആ നന്മ, ഏറ്റവും ഉയർന്ന നന്മ അവിടെ മാനിഫെസ്റ്റ് ചെയ്യണം. സ്വയം മറന്നുപോവാണ്. ഈ ഉയർന്ന നന്മയെ നമുക്ക് ഈശ്വരന് കണക്കാക്കി കൂടെ? പക്ഷേ നമുക്കത് എപ്പോഴും കാണിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുട്ടിയോട് എനിക്കത് കാണിക്കാൻ സാധിക്കുന്നു, പക്ഷേ വേറൊരു കുട്ടിയോടോ അല്ലെ വേറൊരാളോടോ എനിക്കത് സാധിക്കുന്നില്ല. ഇപ്പോൾ ഡോക്ടർ എന്നുള്ള എൻ്റെ ജോലിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പേഷ്യൻസിനെ നോക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പം ആദ്യം നോക്കുന്ന പേഷ്യൻറ്റും അവസാനം നോക്കുന്ന പേഷ്യൻറ്റും തമ്മിലുള്ള അന്തരം ഞാൻ ഒരേപോലെയാണ് നോക്കുന്നത്. ഇടയിൽ VIP ആയിട്ട് വല്ലവരും വന്നാൽ അവരെങ്ങനെയാണ് നോക്കുന്നത്? സാധാരണ ഒരു ആൾ വരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്? ക്യാമ്പ് സെക്ഷനിൽ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്? ഇവിടെ എല്ലാം എനിക്ക് വ്യത്യാസം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം എൻ്റെ നന്മയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു.
ഈ തരത്തിൽ നന്മ പ്രകടിപ്പിക്കുന്നതിൽ ഏറ്റക്കുറിച്ചിട്ട് വരാത്തൊരു സ്റ്റേജ് എന്ന് അരച്ചു. അതാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ഗുരുനാഥൻ എന്ന് വിളിക്കുന്നു. കാരണം നമ്മൾക്ക് സാധിക്കാത്തതാണ് അദ്ദേഹം ചെയ്യുന്നത്. എല്ലാ സമയത്തും എപ്പോഴും ആരോടും വ്യത്യാസമില്ലാതെ 100% ആ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ശരിക്കും ഏറ്റവും ആരാധ്യനാണ്. നമ്മൾ അങ്ങനെ വ്യക്തിനെ ഈശ്വരന്റെ രൂപം എന്ന് പറയുന്നു. അതുകൊണ്ട് ഗുരുവും ഗോവിന്ദനും മുമ്പ് കിടന്ന ഞാൻ ഗുരുവിനെയാണ് ആദ്യം വണങ്ങുക എന്ന് കബീർദാസി പറഞ്ഞു. ഈശ്വരനുണ്ട് എന്നുള്ളത് വേറെ തെളിവൊന്നുമില്ല. നന്മയുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. നന്മയുടെ എക്സ്പ്രഷൻസ് നമ്മളെക്കാളും കൂടുതൽ, നമ്മളെക്കാളും വളരെ വളരെ ഹൈ ലെവലിൽ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ ഗുരു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ഗുരു, അദ്ദേഹത്തിന്റെ പ്രസൻസ് തന്നെ നമ്മളെ റീകണക്ട് ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ നന്മയിലേക്ക് റീകണക്ട് ചെയ്യുന്നു. അതാണ് ഗുരുവിന്റെ ആദ്യത്തെ പ്രാധാന്യം. എൻ്റെ ഉള്ളിലെ നന്മ. നമ്മൾ ഈശ്വരനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ നന്മയെ പറ്റി നമുക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആവണം എന്നൊരു തോന്നലും. ഗുരു നമ്മളെ എക്സാമ്പിൾ എന്നുള്ള രൂപത്തിൽ നമ്മളെ നയിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കമ്പാഷനിലൂടെ നമ്മളെ വിഷമങ്ങളിലെല്ലാം പങ്കെടുത്തിട്ട് അതൊന്നും സാരമില്ല, ഇതിനെല്ലാം ഒരു നല്ല അവസാനം ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ മാതൃകയായിട്ട് കാണിക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു. പിന്നെ അദ്ദേഹവും ഒരിക്കലും അഹംഭാവം കാണിക്കുന്നു. അദ്ദേഹം പറയുന്നത് ആ പൂർണ്ണ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ആ പരമഗുരു അദ്ദേഹത്തിന്റെ വെറും മാനിഫെസ്റ്റേഷൻ നമ്മളെല്ലാവരും. ഞാൻ അദ്ദേഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു ഗുരു ഞാനൊരു ഗുരുവാണെന്ന് ക്ലെയിം ചെയ്യില്ല. അങ്ങനെയാണത് ഗുരുവല്ല. അപ്പൊ ഗുരുവിന്റെ ബാഹ്യമായിട്ടുള്ള ഡ്രസ്സ് കൊണ്ടോ പേര് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ജാതിയിൽപ്പെട്ട ആളാണോ എൻ്റെ മതത്തിൽപ്പെട്ട ആളാണോ അതല്ല ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ട്രഡീഷണലായിട്ട് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ റിലീജിയസ് ആയിട്ടോ മതപരമായിട്ടോ അവരെ ടീച്ചേഴ്സ് എന്ന് പറയാം. പക്ഷെ ഗുരു എന്ന് പറയാൻ സാധിക്കില്ല. എക്സാമ്പിളുമായിട്ട് നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും ഗുരു തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗുരു ഹ്യൂമിലിറ്റിയോടെ മുന്നോട്ട് പോകുന്നു. പക്ഷെ അചഞ്ചലമായിട്ട് ധൈര്യവുമുണ്ട്. എന്താണ്, ഒരിക്കലും ഞാൻ വീഴില്ല. കാരണം എൻ്റെ പവർ വരുന്നത് ആ പരമഗുരുന്നാണ്. അദ്ദേഹം എപ്പോഴും എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ മരണം എന്നുള്ള കാര്യം ഇല്ല. പിന്നെ ഭയത്തിന്റെ ആവശ്യമില്ല. മരണമാണ് ഭയത്തിന്റെ കാരണം തന്നെ. അപ്പോൾ ആ ഭയമില്ല. ഈ ശരീരം സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് അദ്ദേഹം കാണിച്ചു തരും. ഇതിനേക്കാളും എല്ലാം ഉപരി ഒരു പരമഗുരുവിന് അദ്ദേഹത്തിന്റെ ആ അറിവിനെ നമ്മുടെ ഉള്ളിലേക്ക് നൽകാൻ സാധിക്കും. അത് നമുക്ക് അറിയാൻ സാധിക്കില്ല. പ്രാണാഹുതി എന്ന് പറയും. സ്നേഹം, അമ്മ കുട്ടിക്ക് സ്നേഹം നൽകുന്ന പോലെ. ഇപ്പൊ നമ്മൾ ടൗണിൽ ഒരു ജോലിക്കായിട്ട് വരുമ്പോൾ ടൗണിന്റെ അടുത്താണ് എൻ്റെ അമ്മ താമസിക്കുന്നത്, അല്ലെ എൻ്റെ വീട് എങ്കിൽ എനിക്ക് 5 സ്റ്റാർ ഫെസിലിറ്റി കിട്ടിയാലും ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി താമസിക്കും. അപ്പൊ എന്താണ് 5 സ്റ്റാർ ഫെസിലിറ്റിയേക്കാൾ കൂടുതൽ തരുന്നത്? അമ്മയുടെ കയ്യിൽ എന്താ ഉള്ളത്? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ ഗുരു, അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന സ്ഥലം, അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ സൗന്ദര്യമോ അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ ഭാഷയോ ഇതൊന്നല്ല പ്രധാനം. അദ്ദേഹം നമ്മളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന ആ സ്നേഹം, അദ്ദേഹത്തിന്റെ പ്രസൻസ് തന്നെ ഇൻഫ്യൂസ് ചെയ്യുന്നു. നമ്മളിത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ സ്വീകരിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പോലെ ആവാൻ സാധിക്കുന്നു. അപ്പോൾ സൈലന്റ് ആയിട്ടുള്ള മൊമെന്റ്സിൽ കമ്മ്യൂണിയൻ, ഒരു സംശയമില്ലാത്ത സൈലന്റ് ആയിട്ടുള്ള മൊമെന്റ്സിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഗുരുവിന്റെ മുമ്പിൽ ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളിൽ വളരെ ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചോദ്യങ്ങൾ ഉയരുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ തന്നെ സ്വാർത്ഥതയിലേക്ക് വരും. അപ്പൊ നിസ്വാർത്ഥമായിട്ടുള്ള എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു സ്നേഹത്തെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പൊ ഹൃദയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വസ്തു എന്നുള്ള അർത്ഥത്തില് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം പ്രകടമാക്കുക. ഏതാണ് ശരിക്കും ഹൃദയം പ്രകടമാക്കുക, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക എന്നതിന്റെ അർത്ഥം തന്നെ. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് സ്പിരിച്വാലിറ്റിനെ കുറിച്ചിട്ടില്ല, സ്പിരിച്വാലിറ്റി എന്ന പദത്തെ, ആധ്യാത്മികത എന്ന പദത്തെ തെറ്റായിട്ട് നമ്മൾ ധരിക്കരുത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശക്തികളായിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനമാണ്, അല്ലെങ്കിൽ ഈ ലോകം വിട്ടുപോയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുകയാണ്. ഇതൊന്നുമല്ല സ്പിരിച്വാലിറ്റി എന്ന് ചാരിജി മഹാരാജ് പറഞ്ഞു. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥത്തിലുള്ള നന്മയെ, സ്നേഹത്തെ കൂടുതൽ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഹാർട്ട്ഫുൾനെസ്. ഹാർട്ട്ഫുൾ ആവുക, ഹൃദയം നിറഞ്ഞു പ്രവർത്തിക്കുക. അത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ആദ്യം.
വീട്ടിലാണ് നമുക്കിത് ആദ്യം പഠിക്കുന്നത്. വീടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളരി എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ വീട്ടിൽ എനിക്ക് ഈ സ്നേഹം എല്ലാവരോടും ഒരുപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതിന് മാത്രമേ പിന്നെ നമുക്ക് സൊസൈറ്റിയിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് വർക്ക് നമ്മളോട് തന്നെ പിന്നെ നമ്മുടെ ഗ്രഹങ്ങളിലാവണം. അതിനുശേഷം നമുക്കത് ലോകത്തിലേക്ക് തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ വളരെ എളുപ്പമായിട്ട് മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.